ഈ ഭക്തരുടെ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്താണെന്നറിയോ ഗൗതം? ദേവസ്വം ബോർഡ്, അതായത് ദേവന്റെ ഒക്കെ സ്വത്തുക്കൾ സംരക്ഷിക്കുന്ന ആളെ തെരഞ്ഞെടുക്കുന്ന എവിടെയാണ്? AKG സെന്റർ. അതായത് ഒരു ഭക്തിയില്ല. ഒരു അമ്പലം തകർന്ന അത്ര അന്ധവിശ്വാസം തകരുമെന്നും അമ്പലം പൊളിച്ച് കപ്പ നടണമെന്നും പറഞ്ഞ ആളുകൾ വിശ്വാസികളെ ഭരിക്കുകയാണ്. അതാണ് ശരിക്കും പറഞ്ഞ ഏറ്റവും വലിയ പ്രതിസന്ധികരമാണ്. അതെ അതെ. അതായത് ഇന്ത്യൻ രാഷ്ട്രപതി പോലും വന്ന് തൊഴുതു നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പുറത്ത് ആ വിഗ്രഹത്തെ ഉൾപ്പെടെ അവഗണിച്ചുകൊണ്ട് നിൽക്കുക. അങ്ങനെ നിൽക്കാം. ഇപ്പം അവിശ്വാസി, ഇപ്പൊ എല്ലാവരും വിശ്വാസിയാകണമെന്ന് ഈ രാജ്യം പറയുന്നില്ല. ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ ഒരിക്കലും മുഴുവൻ ജനങ്ങളും വിശ്വാസികളാകണമെന്ന് പറയുന്നില്ല. പക്ഷേ അമ്പലത്തിലേക്ക് കയറി വരുന്നവൻ വിശ്വാസിയാകണം, അല്ലാത്തവൻ അവിടെ വരില്ല. അല്ല, അത് രസം എന്താണെന്നറിയോ? ഇപ്പോൾ തീർത്ഥം, ഇപ്പോൾ ഗൗതം നമ്മളൊക്കെ അറിയാലോ, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പറയാം, തീർത്ഥം വാങ്ങുക നമ്മൾ എത്ര ഭക്തിയാദരവോടുകൂടിയാണ്. ആ തീർത്ഥം ഭഗവാന്റെ തീർത്ഥമാണ്. അത് ശ്രീകോവിലിന്റെ മുമ്പിൽ ഇരുന്ന് അതങ്ങ് വാങ്ങിയിട്ട് സാനിറ്റൈസർ പോലെ അങ്ങ് ഉരച്ചു കളയും. അല്ല, ഒരു മുഖ്യമന്ത്രിയുണ്ട്, ഇദ്ദേഹം ഗുരുവായൂർ പോയിട്ട് പറഞ്ഞു ഓർക്കുന്നില്ല, ഇവിടാണോ കൃഷ്ണൻ ഇരിക്കുന്നത്? അതായത് ഒരു പരിഹാസമാണ് വിശ്വാസികളോട്. അപ്പോൾ ഇതാണ്, ഈ വിശ്വാസികൾ സംഗമിക്കുന്ന ക്ഷേത്രങ്ങളിലേക്ക് ദൈവത്തെ ഓർത്ത് അവിശ്വാസികൾ വരരുത്. അവർക്ക് ഈ രാജ്യത്ത് ജീവിക്കാം. അത് മാത്രമല്ല, ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയാം. ഈ ഭക്തർ ഒരു നോക്ക് കാണാൻ, അയ്യനെ കാണാൻ ഇങ്ങനെ ഓടി അറിയാലോ ഗൗതം, വളരെ ഓടി നടന്ന് ഇങ്ങനെ തിരുനടയിലേക്ക് നോക്കുമ്പോൾ ഈ ആളുകളാണ് ഇങ്ങനെ പുറംതിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പൊ ആ ഭക്തരോട് കാണിക്കുന്ന എന്തൊരു ക്രൂരതയാണ്. യെസ്, ഇനി നമുക്ക് നിലയ്ക്കലേക്ക് പോവാം ഗൗതം. നിലയ്ക്കൽ ശ്യാമ, ഈ എരുമേലി കഴിഞ്ഞാൽ പിന്നെ ഭക്തരെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ്. മാത്രമല്ല, നിലയ്ക്കൽ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഹിന്ദുത്വ ദേശീയതയുടെ വികാരമാണ്. അത് സ്വാമി സത്യാനന്ദ സരസ്വതി, അതോടൊപ്പം തന്നെ കുമ്മനം രാജശേഖരന്റെയൊക്കെ നേതൃത്വത്തിൽ 1983 നടന്ന നിലയ്ക്കൽ പ്രക്ഷോഭം, അതിനുശേഷം 2018 നമ്മുടെ ഏറ്റവും ഒടുവിൽ നടന്ന വലിയ പ്രക്ഷോഭം ശബരിമലയ്ക്ക് വേണ്ടി, അതിന്റെ തുടക്കം ശരിക്കും നിലയ്ക്കലിൽ അയ്യപ്പ ഭക്തരെ കൈവെക്കാൻ പോലീസ് ശ്രമിച്ചു, ശക്തമായി പ്രതിരോധിച്ചു ഹൈന്ദവ സംഘടനകൾ. അപ്പൊ നമുക്ക് നിലയ്ക്കലിലേക്ക് പോകാം. എന്താണ് അവസ്ഥ നോക്കാം. മനോജ്, എന്താണ് ഈ നിലയ്ക്കലിലെ അവസ്ഥ? നേരത്തെ അരുൺ കൊടുങ്ങൂർ എരുമേലിയിലെ സാഹചര്യങ്ങൾ കാണിച്ചു. വളരെ കഷ്ടതകളാണ്. ആ നഗരത്തിൽ ഒരു തരത്തിലുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല ഈ മണ്ഡലകാലത്തിന് വേണ്ടിയിട്ട്. നിലയ്ക്കലിൽ എന്തൊക്കെയാണ് മനോജ്, പറയൂ. ശ്യാം, ഗൗതം, നിലയ്ക്കലിലെ അവസ്ഥയും മറ്റൊന്നുമല്ല. അതായത് ഏറെ പരിതാപകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് എല്ലാ കാലത്തെയും പോലെ തന്നെ. അതായത് എല്ലാ മണ്ഡലകാലത്തും ഭക്തജനങ്ങൾ ഇവിടെ എത്തുമ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതൊക്കെ തന്നെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അത് തന്നെ ആവർത്തിക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം ഈ നിലയ്ക്കലിലെ, അതായത് പ്രധാനപ്പെട്ട ഒരു ബേസ് ക്യാമ്പ് എന്നുള്ള നിലയിൽ നിലയ്ക്കലിലേക്ക് കൂടുതൽ ഭക്തർ എത്തിച്ചേരും. അവർക്ക് ഇവിടെ നിന്നാണ് KSRTC ബസ്സിലേക്ക് കയറി പോകാനുള്ളത്. അപ്പോൾ ഈ KSRTC ബസ് സ്റ്റേഷൻ്റെ, അതായത് ഇവിടെ താൽക്കാലികമായിട്ടൊരു സംവിധാനമാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു 4 ഷീറ്റും വെച്ച, അതുപോലെ തന്നെ ഭക്തരെ തിരിച്ചു വിടുവാനുള്ള 4 കമ്പിയും ഇവിടെ വച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇവിടെ എത്തുന്നവർക്ക് നൽകുന്ന ഒരു അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ശുചിമുറികളുടെയും മറ്റ് പ്രാഥമിക കാര്യങ്ങൾ അവർക്ക് നിർവഹിക്കുവാനുള്ള സംവിധാനങ്ങളുടെയും ഒക്കെ പരിമിതികൾ, അത് തന്നെയാണ് ഏറ്റവും വലിയ വിഷയമായി ഉയർന്നു കാണിക്കുന്നത്. കാരണം കുറച്ചധികം കാലമായി തന്നെ എല്ലാവരും ആവശ്യപ്പെടുന്നതാണ് ഇവിടേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ അത് വികസിപ്പിക്കേണ്ടതാണ് എന്നുള്ള കാര്യം. കാരണം ഇവിടെ പണം നൽകി പോകുവാനുള്ള 1-2 ശുചിമുറികളല്ലാതെ മറ്റു തരത്തിലുള്ള ശുചിമുറികളൊന്നും തന്നെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇനി നാളുകൾ മാത്രമേ ഉള്ളൂ ഈ നട തുറക്കുവാനായി. ഇവിടേക്ക് ഭക്തരെത്തുമ്പോൾ അവരെ എങ്ങനെയാണ് ഇവിടെ നിന്നും, അതായത് ഈ സാധാരണയായി പമ്പയിലേക്കാണ് സ്വകാര്യ വാഹനങ്ങളിൽ എത്തുന്ന അയ്യപ്പ ഭക്തർ പോകുക മുൻകാലത്തൊക്കെ തന്നെ. പിന്നീട് പമ്പയിൽ നിന്നും നിലയ്ക്കലിലേക്ക് ഈ പാർക്കിംഗ് ഒക്കെ മാറ്റിയ ഒരു സാഹചര്യത്തിൽ, അതായത് കൂടുതൽ ഭക്തരെയും ഇവിടെ നിർത്തിയ ശേഷമാണ് പമ്പയിലേക്ക് ബസ്സിൽ വിടുക. ഈ ബസ്സിൽ തിങ്ങി നിറഞ്ഞു പോകുന്ന അയ്യപ്പ ഭക്തർ, ആ അയ്യപ്പ ഭക്തരുടെ കയ്യിൽ നിന്നും 3 ഇരട്ടിയോളം പണമാണ്, അതായത് സാധാരണ ടിക്കറ്റിനേക്കാൾ 3 ഇരട്ടിയോളം അയ്യപ്പ ഭക്തരെ ചൂഷണം ചെയ്തുകൊണ്ട് KSRTC ബസ് ഇവിടെ നിന്ന് പോകുന്നു. എന്നാൽ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ഒരുക്കാൻ തയ്യാറല്ല എന്നുള്ള കാര്യം തന്നെ വീണ്ടും സർക്കാരും ദേവസ്വം ബോർഡും അടക്കം ഇവിടെ തെളിയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും ഇവിടെ നമ്മൾ കാണുമ്പോൾ ഇവിടെ മറ്റ് ജോലികളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എന്ത് തരത്തിലുള്ള ജോലികളാണെന്ന്, അതും എത്രത്തോളം ഇവിടെ എത്തുന്ന ഭക്തർക്ക് സൗകര്യപ്രദമാണെന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഒരു വൃത്തിയുമില്ലാത്ത രീതിയിലാണ് ഇപ്പോഴും നിലയ്ക്കലുള്ളത്. ഈ നിലയ്ക്കലിലെ ഈ വൃത്തിഹീനമായിട്ടുള്ള ഒരു സാഹചര്യവും, അതോടൊപ്പം തന്നെ ഇവിടേക്ക് എത്തുന്ന ഭക്തർക്ക് ഭക്ഷണവും കുടിവെള്ളവും കിട്ടാതെ വരുന്ന സാഹചര്യവും. കാരണം ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. കോടിക്കണക്കിന് ഭക്തർ ഈ മണ്ഡലകാലത്ത് ശബരിമലയിൽ ദർശനം നടത്തുന്നു. എല്ലാവരും, അതായത്
അവിടേക്ക് എത്തുന്നതിൽ ഭൂരിഭാഗം പേരും ഈ നിലയ്ക്കലിലേക്ക് എത്തുമെന്നുള്ളതാണ്. ഇവിടെ വന്നതിന് ശേഷം മാത്രമേ ഇവർക്ക് പമ്പയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തുമ്പോൾ കൂടുതലായും ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ളമോ അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങളോ ഒരുക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഇനിയും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ്. കാരണം ഇവിടെ എത്തിയിട്ടുള്ള ഭക്തർ പലതവണ നമ്മളെയൊക്കെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. സന്നിധാനത്ത് നിൽക്കുമ്പോൾ അടക്കം നിലയ്ക്കലിലെ കാര്യം പറഞ്ഞ് നിരവധി പേരാണ് വിളിക്കുന്നത്. ഇവിടെ കുടിവെള്ളമില്ല, ഭക്ഷണമില്ല, ശുചിമുറികളില്ല എന്നൊക്കെ പറഞ്ഞ് അത്തരം സമീപനമാണ് വീണ്ടും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതെന്നാണ് നിലവിൽ മനസ്സിലാകുന്നത്. കാരണം ഇവിടെയുള്ള ഒരുക്കങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഷെഡുകൾ അല്ലാതെ മറ്റ് സംവിധാനങ്ങൾ, ഈ ശുചിമുറികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതായത് ഇവിടെ നമുക്ക് കാണാം പണം നൽകി പോകാനുള്ള ഒന്നോ രണ്ടോ ശുചിമുറികൾ, അതും ഇന്നും വൃത്തിയാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. കാട് മൂടി കിടക്കുന്ന ഒരു സാഹചര്യം. എന്തായാലും ഈ ഒരു സാഹചര്യത്തിലാണ് മറ്റൊരു കാര്യം കൂടെ നമുക്ക് ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ നിലയ്ക്കലിൽ വിരിവയ്ക്കുവാനുള്ള സംവിധാനം അത് ഏറെക്കാലമായി തന്നെ ഭക്തർ ആവശ്യപ്പെടുന്നതാണ്, സർക്കാർ വാഗ്ദാനങ്ങൾ നൽകുന്നതാണ്. എന്നാൽ ക്ഷേത്രത്തിൻ്റെ ഈ നടപ്പന്തലിന് മുന്നിലുള്ള ഈ ഒരു സ്ഥലം മാത്രമല്ലാതെ മറ്റൊരു സംവിധാനം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. വിരിവയ്ക്കുവാനുള്ള ഒരു സംവിധാനം, ലക്ഷക്കണക്കിന് ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുമ്പോൾ അവർക്ക് വിരിവയ്ക്കുവാൻ ഇത്രയും സ്ഥലം മാത്രം മതിയോ എന്നുള്ളതാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അങ്ങനെ അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ല. ഇവിടെ മാലയിട്ട് വ്രതം നോറ്റ് വരുന്ന ഓരോ അയ്യപ്പ ഭക്തരും ആഗ്രഹിക്കുന്നത് അവരുടെ യാത്ര അത് കഠിന യാത്രയാണ്, ഈ ശബരിമല മല ചവിട്ടി കയറുന്നതൊക്കെ. പക്ഷേ അവരെ വീണ്ടും കഠിന യാത്രയിലേക്ക്, അതായത് ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ഒരു രീതിയിലാണ് ഈ സർക്കാരിൻ്റെ സമീപനം. അതെല്ലാ വർഷവും നമ്മൾ കാണുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു ആശുപത്രി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടരുന്നുണ്ടെങ്കിലും നല്ലൊരു രീതിയിലുള്ള ഒരു ചികിത്സാ സംവിധാനം അത് പമ്പയിലായാലും ശരി തന്നെ നിലയ്ക്കലിലായാലും ശരി തന്നെ ഭക്തർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു അത്യാഹിതം വന്നു കഴിഞ്ഞാൽ നേരെ പോകേണ്ടത് കോട്ടയം മെഡിക്കൽ കോളേജിലോ അങ്ങനെ ആ തരത്തിലുള്ള ആശുപത്രികളിലേക്കായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിലയ്ക്കൽ ഇപ്പോഴുമുള്ളത്. നിലയ്ക്കലിൽ വലിയ കാര്യമായിട്ടുള്ള ഒരു മാറ്റം തന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ്. അതും ഈ വൃത്തിഹീനമായിട്ടുള്ള ഒരു അന്തരീക്ഷം അത് തുടരുകയാണ്. അത് ഇനിയും എത്ര നാളിങ്ങനെ തുടരുമെന്നുള്ളത് തന്നെയാണ്. ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഇതേ അവസ്ഥ തന്നെ തുടർന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർക്ക് ശബരിമലയിലെ ദർശനം അത് മനസ്സിന് സംതൃപ്തിയായി അവർക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. എന്തായാലും ഭക്തരോട് സർക്കാർ കാണിക്കുന്ന ഈ അവഗണന അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇനി ഏറെ വലിയ രോക്ഷത്തിലേക്ക് പോകുമെന്നുള്ളത് തന്നെയാണ്. ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ പാവനമായി ആ ഒരു ശബരിമലയിലേക്ക് ദർശനത്തിനായി എത്തുമ്പോൾ അവർക്കൊന്ന് വിശ്രമിക്കുവാൻ പോലും, അവർക്കൊന്ന് ശുചിമുറികളിൽ പോകുവാൻ പോലും, ഭക്ഷണം കഴിക്കുവാൻ പോലും, കുടിവെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് പോലും പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുവരുന്നത്. അത് വീണ്ടും ആവർത്തിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നുള്ള സാഹചര്യത്തിൽ മനസ്സിലാകുന്നത്. എന്തായാലും ഇത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഇത് കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ്. കാരണം ഇങ്ങനെ കിടന്നാൽ മതിയോ എന്നുള്ളത് തന്നെയാണ് ഉയരുന്ന ചോദ്യം. ഇനിയുള്ള ദിവസങ്ങളൊന്നും തന്നെ വലിയ തരത്തിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. എങ്കിൽ പോലും അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാർ തയ്യാറാവണമെന്നത് തന്നെയാണ് ഉയരുന്ന ആവശ്യം. നിലയ്ക്കലിൽ നിന്നും എം മനോജ് ചേരുകയായിരുന്നു. ശ്യാമ, നേരത്തെ ഈ എരുമേലിയിൽ നമ്മളോട് പ്രതികരിച്ച BJPയുടെ അവിടുത്തെ നേതാവ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. ഇപ്പൊ ഈ നമ്മൾ ഉൾപ്പെടെ വാർത്തകൾ നൽകുമ്പോൾ ഇനിയും പെട്ടെന്നൊരു പണിയാണ്. ഇനി 9 ദിവസമുള്ളൂ. ഇനി വളരെ പെട്ടെന്ന് അവിടെ ഇവിടെയൊക്കെ ചില പാച്ച് വർക്കുകൾ നടത്തും. ഇതെങ്ങും എത്തത്തില്ല. ഇത് ഈ മണ്ഡലകാലത്തിന് മുമ്പ് തന്നെ ഇതെല്ലാം മഴ പെയ്താൽ അതൊക്കെ തീരുന്നില്ല. അതാണ് സംഭവിക്കുന്നത്. ഇതിലൊരു പ്രശ്നമുണ്ട് ഗൗതം. കാരണം ഇതൊരു ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ശബരിമല എന്ന് പറഞ്ഞാൽ കറവ പശു പോലെ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും കൊടുത്താൽ മതി, എന്നിട്ട് വരുമാനം ഗംഭീര വരുമാനമല്ലേ ഇതിങ്ങനെ വാങ്ങിക്കൂട്ടുക. വരുമാനം മാത്രമല്ല ഗൗതമേ, ഇത് നല്ല സംഘടിത കൊള്ളയ്ക്കുള്ള ഒരു നല്ല സ്ഥലമാണ്. കട്ടുപിടിക്കുക, ഭഗവാന്റെ വിഗ്രഹം വരെ അടിച്ചു മാറ്റാൻ ശ്രമം നടത്തി എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗൗരവമാണ് ഈ കാര്യങ്ങൾ.